ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പൊ നിങ്ങൾ തമ്മിലും കാര്യങ്ങളൊക്കെ കണ്ട പോലെ തന്നെ നമ്മൊന്ന് പറയാൻ പോകുന്നത് എൻ്റെ ഉള്ള 3 ആമെക്സ് കാർഡിനെ കുറിച്ചാണ്. അതായത് അമേരിക്കൻ എക്സ്പ്രസ് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, അമേരിക്കൻ എക്സ്പ്രസ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രീമിയം ക്രെഡിറ്റ് കാർഡ് സെക്ഷനിലൊക്കെ വരുമ്പോൾ ഭയങ്കര ഹൈലൈറ്റ് എടുക്കുന്ന ഒരു സംഭവമാണ്. ഭയങ്കര പ്രീമിയം കാർഡ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, അമേരിക്കൻ എക്സ്പ്രസ് കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മെയിനായിട്ട് അതിന്റെ ഒറിജിനൽ അറിയായിരിക്കും അമേരിക്കയിലാണ് സാധനം. അപ്പൊ അമേരിക്കക്കാർക്ക് ആക്ച്വലി അമേരിക്കൻ എക്സ്പ്രസ് കാർഡ് കുറെ ടൈപ്പുകളുണ്ട്. ഇന്ത്യയിലാകുമ്പോൾ നമുക്ക് കുറച്ച് വേരിയന്റുകൾ മാത്രമേ ഉള്ളൂ, ഒരു 5-6-7 എണ്ണൊക്കെ ഉള്ളൂ. അതിൽ കുറച്ചെണ്ണം ക്രെഡിറ്റ് കാർഡും കുറച്ചെണ്ണം ചാർജ് കാർഡും ആണ്. അപ്പൊ എൻ്റെ ഒരു ചാർജ് കാർഡും ഉണ്ട്, 2 ക്രെഡിറ്റ് കാർഡും ഉണ്ട്. ഒരാൾക്ക് ആക്ച്വലി അമെക്സ് കൊടുക്കുന്നത് 2 ക്രെഡിറ്റ് കാർഡും ഒരു ചാർജ് കാർഡും ഉണ്ട് ഇന്ത്യയിൽ കേട്ടാ, മറക്കണ്ട. അപ്പോ ഇത് ആക്ച്വലി ഇവര് കുറെ പ്രൊമോഷണൽ പ്ലാനും, അതായത് പ്രൊമോഷൻ എന്ന് പറയാൻ പറ്റില്ല, റെഫറൽ പ്ലാനുകൾ കുറെ ഇറക്കുന്നുണ്ട്. ഇപ്പോ എന്റെ റെഫറൽ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്റെ റെഫറൽ കൂടെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ ഫ്രീ ആയിട്ട് കിട്ടും. എക്സ്ട്രാ നമുക്ക് പോയിന്റ്സുകളും കിട്ടും. ഇവരുടെ പോയിന്റ്സ് എന്ന് പറഞ്ഞ ഒരു വൺ ഓഫ് ദ കിടിലൻ പരിപാടി സംഭവമാണ്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ പോയിന്റ്സ് എക്സ്ട്രാ ഒരു ചാർജും ഇല്ല റിഡീം ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ നമ്മുടെ കാർഡ് കൊണ്ട് ഏതെങ്കിലും പർച്ചേസ് ചെയ്ത എമൗണ്ട് വേണമെങ്കിൽ അതുകൊണ്ട് ഫിനിഷ് ചെയ്യാം, അല്ലെങ്കിൽ ബില്ല് വന്നാൽ ബില്ലടക്കാം. അങ്ങനെ എല്ലാം റിഡീം, ഇപ്പോൾ വൗച്ചേഴ്സ് വാങ്ങിക്കണമെങ്കിൽ അത് വാങ്ങിക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. അതാണ് അവരുടെ ഒരു പോയിന്റ്സുകളുടെ ഒരു ഗുണട്ടോ. അല്ലെങ്കിൽ നമുക്ക് 24 ക്യാരറ്റ് ഗോൾഡ് വാങ്ങിക്കണം, അതും വാങ്ങിക്കാം. അപ്പൊ അമ്മാരിക്കെല്ലാം സംഭവങ്ങളുണ്ട്. ഫ്ലിപ്കാർട്ടിന്റെ ആമസോണിന്റെ വൗച്ചേഴ്സ് വാങ്ങിക്കണം, അതും വാങ്ങിക്കാം. അപ്പോൾ പിന്നെ കസ്റ്റമർ കെയർ, ഈ ഒരു രക്ഷയില്ലാത്ത കസ്റ്റമർ കെയർ ബാക്കി എല്ലാ ബാങ്കുകളും ഇവരെ കണ്ട് പഠിക്കണം. ചാറ്റ് സപ്പോർട്ട് 24 മണിക്കൂർ നമുക്ക് ചാറ്റ് സപ്പോർട്ട് വരുന്നുണ്ട്. ചാറ്റ് സപ്പോർട്ടിൽ തന്നെ അവർ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരും. ഞാൻ എൻ്റെ ആക്ച്വലി ഒരു കാർഡിന്റെ എന്താ പറയുക രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ അടക്കം ഞാൻ എൻ്റെ സെക്കൻഡറി നമ്പറിലേക്ക് മാറിയിട്ടായിരുന്നു, ചാറ്റ് ത്രൂ മാത്രം. അത് അവരെല്ലാ സെക്യൂരിറ്റി സംഭവങ്ങളൊക്കെ നോക്കിയിട്ടാണ് അവർ ചെയ്യുന്നത്. വേറെ കേട്ടോ, ചുമ്മാ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ മാറ്റി തരുന്നില്ല. പക്ഷെ ഒരു രക്ഷയില്ലാത്ത കസ്റ്റമർ കെയർ സപ്പോർട്ടാണ്. എനിക്ക് അതുകൊണ്ട് തന്നെ അമെക്സ് കാർഡ് ഉപയോഗിക്കാൻ ഒരു പേടിയില്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഇഷ്യൂസ് വന്നാലോ, റീഫണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വന്നാലോ, നമ്മുടെ കസ്റ്റമർ കെയർ സപ്പോർട്ട് നമ്മുടെ വിരൽ തുമ്പിലുണ്ടെന്ന് പറഞ്ഞ പോലെയാണ്. ഇത് പ്രൊമോഷൻ സംഭവം ഒന്നല്ല കേട്ടോ, നമ്മൾ ഉപയോഗിച്ച എക്സ്പീരിയൻസ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ എഡ്യൂക്കേഷൻ വീഡിയോ പർപ്പസ് ആയിട്ട് കണ്ടാൽ മതി. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ കാർഡുകൾ കാണിച്ചു തരാം. അപ്പൊ എൻ്റെ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് ഗോൾഡ് കാർഡാണ്. ഇതൊരു ചാർജ് കാർഡാണ് എംഎക്സ് കാർഡിന്റെ. ഈ കാർഡ് കാണാൻ നല്ല ഭംഗിയിട്ടാ. ഇതിന് ആക്ച്വലി നമ്മുടെ റെഫറൽ ത്രൂ അല്ലാണ്ട് എടുക്കുകയാണെങ്കിൽ, ഞാൻ ചാർജ് കാർഡ് അങ്ങനെ എടുക്കാൻ കമ്പനി ഇല്ലെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ EMI ഫെസിലിറ്റീസ് ഒന്നും ഇല്ല. പക്ഷെ നമുക്ക് നല്ല ലിമിറ്റ് കിട്ടും. എനിക്ക് ആക്ച്വലി ഈ സാധനത്തിൽ 6 ലക്ഷത്തിന് റിമോട്ട് ലിമിറ്റ് ഒക്കെ ഉണ്ട്. നമുക്ക് ഇതിന് സ്പെൻഡിങ് പവർ എന്നൊക്കെയാണ് പറയാം. പക്ഷെ ഇതിൽ EMI ഫെസിലിറ്റി ഇല്ല കേട്ടാ. ചാർജ് കാർഡിന്റെ ഡിഫറൻസ് അതാണ്. പിന്നെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു ലിമിറ്റും ഉണ്ടാവില്ല. അപ്പോൾ ചാർജ് കാർഡ് ഈ കാർഡിന്റെ ഗോൾഡ് ചാർജ് കാർഡിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഇതിന് നമുക്ക് ആനുവൽ ചാർജും ജോയിനിങ് ചാർജും, ആനുവൽ ചാർജ് 1000 രൂപ പ്ലസ് GST, ജോയിനിങ് ചാർജ് 4500 രൂപ പ്ലസ് GST ആണ് വരുന്നത് കേട്ടോ. പിന്നെ വെൽക്കം ബെനിഫിറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. നമ്മൾ അതിന്റെ വീഡിയോ ഒക്കെ നമ്മുടെ 2ാമത്തെ ചാനൽ ഇട്ടുണ്ടാകും, പോയി കണ്ടാത്തവർ പോയി കണ്ടു കട അൺബോക്സിംഗ് സംഭവങ്ങളൊക്കെ. 2ാമത്തെ കാർഡ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് കാർഡുകളിലെല്ലാം, ഇവരുടെ എല്ലാ ക്രെഡിറ്റ് കാർഡുകളിലെയും ഡീറ്റെയിൽസ് ഒക്കെ ഫ്രണ്ടിലുണ്ട്. അങ്ങനെ കുഴപ്പമുണ്ട്, അതുകൊണ്ട് പൊത്തി പിടിച്ചിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്മാർട്ട് ഏൺ കാർഡ്. ഈ കാർഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. എന്ന് വെച്ചാൽ നല്ല ലുക്കാണ് സാധനം കാണാൻ. അപ്പൊ ഈ കാർഡിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമുക്കിത് സ്മാർട്ട് ഏൺ കാർഡ് എന്ന് പറയുന്നത് അവരുടെ ഒരു എൻട്രി ലെവൽ കാർഡാണ്. 499 രൂപ പ്ലസ് GST ആനുവൽ ചാർജ് ജോയിനിങ് ചാർജ് വരുന്നുള്ളൂ. വൺ ഓഫ് ഒരു ബെസ്റ്റ്, കുഴപ്പമില്ലാത്ത നല്ല കാർഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു ബേസിക് ആയിട്ട് ഈ കാർഡ് ശരിക്കും പക്ഷെ അവര് എന്താ പറയാ റഫറൽ പ്രോഗ്രാമത്തിൽ കൂടെ കൊടുക്കുന്നില്ല കേട്ടോ. അപ്പൊ എന്റെ 3ാമത്തെ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ മെമ്പർഷിപ്പ് റിവാർഡ് കാർഡാണ്. ഇതാണ് ആക്ച്വലി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാർഡ്. നമ്മുടെ റഫറൽ ലിങ്ക് കൊടുക്കുമ്പോഴും ഈ കാർഡ് തന്നെ കിട്ടുക. അല്ലെങ്കിൽ നമുക്ക് പിന്നെ എന്താ പറയാ ട്രാവൽ കാർഡാണ് അല്ലെങ്കിൽ പിന്നെ കിട്ടുക കേട്ടോ. ഈ കാർഡിനും സെയിം തന്നെയാണ്, നമ്മുടെ ചാർജ് കാർഡിന്റെ അതേ റേറ്റ് തന്നെയാണ്. നമുക്ക് ആനുവൽ ചാർജ് 1000 രൂപ പ്ലസ് GST, ജോയിനിങ് ചാർജ് 1000 രൂപ പ്ലസ് GST, നമുക്ക് ആനുവൽ ചാർജ് 4500 രൂപ പ്ലസ് GST. അത് നമുക്ക് ഒരു 90,000ന്റെയും അതുപോലെ തന്നെ 1,50,000 ഇടയിലാണ് നിങ്ങൾ ആനുവലി സ്പെൻഡ് ചെയ്യുന്നത് വെച്ചാൽ അത് പകുതിയായിട്ട് കുറയും. 1,50,000 മുകളിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേവ് ഓഫ് ചെയ്ത് കിട്ടും. അങ്ങനെ സംഭവം വേവ് ഓഫ് ഇതിലുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ റെഫറൽ ലിങ്ക് കൊടുക്കുമ്പോൾ നമുക്കിത് ഫസ്റ്റ് ഇയർ ഫ്രീ ആയിട്ടും നിങ്ങൾക്ക് എക്സ്ട്രാ പോയിന്റ്സുകൾ കിട്ടും. നിങ്ങൾക്കിപ്പോൾ 4,500 രൂപ അടയ്ക്കേണ്ടെന്ന് വെച്ചാൽ ഒരു 11-12 മാസം ആകുമ്പോൾ, അല്ലെങ്കിൽ ഒരു 11.5 മാസം ആകുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കാർഡ് ക്ലോസ് ചെയ്യാം. പക്ഷേ കാർഡ് ആ സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലോണം ഉപയോഗിച്ചൊരു കാർഡൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ക്ലോസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ലൈഫ് ടൈം ഫ്രീ ആയിട്ടോ അങ്ങനെ സംഭവമൊക്കെ ഓഫർ തരാനും സാധ്യതയുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് കസ്റ്റമർ കെയറിനെ കോൺടാക്ട് ചെയ്യാൻ ഈസിയാണ്. അപ്പോൾ അതൊരു പ്രശ്നമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 11 മാസം കഴിയുമ്പോൾ ഈസിയായിട്ട് ക്ലോസ് ചെയ്യാം. അപ്പോൾ നല്ല ബെനിഫിറ്റ് എടുക്കാൻ പറ്റും ഇതിന്റെ റിവാർഡ് പോയിന്റ് ഉണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി ഇത്രയും കാലം ഇവരുടെ റിവാർഡ് പോയിന്റ് വെച്ചിട്ടാണ് ഫുൾ കറണ്ട് ഇതിന്റെ ബില്ലടയ്ക്കാൻ. ഭയങ്കര ഇപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു 80%, 85% ഫുൾ ഇവരുടെ പോയിന്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബില്ലടയ്ക്കാൻ. ബാക്കി കുറച്ച് ശതമാനം മാത്രമാണ് നമുക്ക് കയ്യിൽ നിന്ന് കാശെടുത്ത് അടയ്ക്കാറുള്ളൂ. അപ്പോൾ അതാണ് ഇവരുടെ ഗുണം എന്ന് പറയുന്നത്.
ഇതിപ്പോ മിക്ക സ്ഥലത്തും കിട്ടുന്നുണ്ട്. ഇപ്പൊ ഞാൻ എൻ്റെ വീട് തൃശ്ശൂരാണ്, തൃശ്ശൂർ ഇപ്പൊ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ഉണ്ടാവാൻ സാധ്യതയില്ല. ഞാൻ അറിഞ്ഞത് ട്രിവാൻഡ്രം, എറണാകുളം, കോഴിക്കോട്, കോട്ടയം ഡിസ്ട്രിക്റ്റിലൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. എല്ലാ മെയിൻ ടൗൺ ഏരിയയിൽ അങ്ങനത്തെ ഏരിയയിലൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇപ്പൊ കറക്റ്റായിട്ട് അറിയണമെങ്കിൽ അപ്ലൈ ചെയ്ത് തന്നെ നോക്കേണ്ടി വരും. ഞാൻ എന്തായാലും എൻ്റെ രണ്ട് ലിങ്കുകൾ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരെണ്ണം നിങ്ങൾക്ക് എക്സ്പേർട്ട് എന്നാ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ലിങ്ക് നോക്കാട്ടാ. ഇപ്പോൾ ഫസ്റ്റ് ആയിരിക്കും നമ്മുടെ റെഫറൽ ലിങ്ക് കേട്ടാ. അപ്പോൾ നോക്കാൻ മറക്കണ്ട. അപ്പോൾ നമ്മുടെ 2 ചാനലും കാണാത്തവരെ കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യട്ടാ. പിന്നെ എന്തെങ്കിലും സംശയം കാണിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമന്റ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ 3ാമത്തെ ചാനൽ GHH വേൾഡ് കാണാത്തവരെ കണ്ടു നോക്കുക. നമ്മളതിൽ ടെക്നിക്കലും ഫൈനാൻഷ്യലും സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. താഴെ ഡിസ്ക്രിപ്ഷൻ നോക്കാൻ മറക്കണ്ട. ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യാൻ ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത കാണാം. ബൈ.